ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പേയ്മെൻറ്റും റെസീപ്റ്റും എന്നീ രണ്ട് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് ജേണൽ എൻട്രി ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും എങ്ങനെയാണ് ഈസി വേയിലൂടെ ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. പക്ഷേ തന്നെ ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ച് പറയാം. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ജേണൽ എൻട്രി എപ്പോഴും പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സപ്ലയർ ക്രെഡിറ്റ് എന്നായിരിക്കും. അതായത് പർച്ചേസിനെ ഡെബിറ്റും ചെയ്യും, സപ്ലയറിനെ ക്രെഡിറ്റും ചെയ്യും. പർച്ചേസ് ചെയ്യുന്നത് നമ്മളാണ്, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമാണ്. നമുക്ക് തരുന്ന ആൾ സപ്ലയറുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു, സപ്ലയറിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ കസ്റ്റമർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ടു എന്ന് പറയുന്നത് സെയിൽസ് ആണ്, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ക്രെഡിറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ലൈക്ക്.